നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥിനി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയതായിരുന്നു. തിരികെ വീട്ടിൽ പോകാനുള്ള തിരക്ക്. ഇതിനിടെ പൊടുന്നനെ മഴയും പെയ്തു. മഴയിൽ നിന്ന് ഓടിക്കയറിയതാണ് അടുത്തുള്ള ഹോട്ടൽ വരാന്തയിൽ. ഓടിക്കയറിയത് മറ്റൊരു അപകടത്തിലും. ഹോട്ടലിന് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന ഷവായ മെഷീനിൽ തലമുടി കുരുങ്ങി. ചൂടുള്ള കമ്പിയിൽ മുടി ഉരുകിപ്പിടിച്ചു. മുടി വലിയും തോറും പെൺകുട്ടിയും കണ്ടു നിന്നവരും പരിഭ്രാന്തരായി. കുരുങ്ങി അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നല്ല ടൈറ്റ് ആയിരുന്നു സംഭവം, മുടി കുരുങ്ങിയത്. അങ്ങനെ കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തു, അത് നോക്കി. പക്ഷേ പറ്റാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒരു ചേട്ടൻ ഫയർഫോഴ്സിനെ വിളിച്ച് എന്തോ ഭാഗ്യം പെട്ടെന്ന് കണ്ട് എല്ലാവരും വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹോട്ടൽ ജീവനക്കാരും തടിച്ചുകൂടിയവരും രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി, പക്ഷേ വിജയിച്ചില്ല. ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അല്പം പേടിയുള്ളതായിരുന്നു. കാര്യം തലമുടി പൂർണ്ണമായിട്ട് ചുറ്റി മെഷീനിൽ ചുറ്റിയിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ തലയും ഇരിക്കുകയാണ്. മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവർ തന്നെ അത് ഓഫ് ചെയ്തു. പക്ഷേ അതിൻ്റെ ചൂട് ഭയങ്കരമായിരുന്നു. പിന്നെ അവിടെ ഉള്ള ആൾക്കാരെ തന്നെ കുപ്പിവെള്ളം കൊണ്ട് ഒഴിച്ച് ഇതിൻ്റെ പുറം സൈഡ് തണുപ്പിച്ചു. കൂടുതൽ പൊള്ളലേൽക്കാത്ത രീതിയിൽ ആക്കി വെച്ചു. തലമുടി ഒന്നും പറ്റാതെ എടുക്കാനാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പോൾ മെഷീൻ അഴിച്ചിട്ട് നമ്മൾ ആ റോളറിനെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ അത് പറ്റിയില്ല. കട്ട് ചെയ്തെടുത്തിരുന്നാലും മുടി അതിൽ ഉരുകി പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു. പിന്നെയാണ് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അങ്ങനെ തലമുടിയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് റെസ്ക്യൂ ചെയ്തെടുക്കുന്നത്. മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുടി മുറിച്ചു മാറ്റി വിദ്യാർത്ഥിയെ രക്ഷിക്കുകയായിരുന്നു. തലയിൽ ചെറിയ വേദനയല്ലാതെ മറ്റു പരുക്കുകളൊന്നും വിദ്യാർത്ഥിക്കില്ല. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം കുട്ടി നിലമേലുള്ള വീട്ടിലേക്ക് മടങ്ങി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലുണ്ട്. ഇത് പെട്ടെന്നല്ലേ അത്ഭുതം തോന്നുന്നൊരു അപകടമാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയില്ല ഇങ്ങനെയൊക്കെ തലമുടി ചുറ്റിപ്പിടിക്കുന്നൊക്കെ. എന്തായാലും ഭാഗ്യമായി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് എത്ര സമയം എടുത്തു ആ കുട്ടി അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ? ഡിവിഷ അതൊരു 15 മിനിറ്റോളം ആ ഒരു മെഷീനകത്ത് തല കുടുങ്ങിയ അവസ്ഥയിൽ തന്നെ തുടരേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പറയേണ്ടത്, ഇത്തരത്തിൽ മെഷീനുകളടക്കം പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ലൈവായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിലും പ്രശ്നങ്ങളില്ല. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. പക്ഷേ ഇവിടെ അതൊക്കെ കാറ്റിൽ പറത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് പാളയം സംസം ഹോട്ടലിൻ്റെ അടുത്തുള്ള നൂർമഹൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. അപ്പം അവിടെ നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ ഭക്ഷണം ലൈവായി തന്നെ പാചകം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കമ്പി അടക്കം, അതായത് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടതാണ് ആ കമ്പി കറങ്ങുന്നത്. അപ്പോൾ ആ കമ്പി കറങ്ങുന്ന കമ്പിക്ക് ഒരു ഗ്രില്ലോ മറ്റോ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയില്ല. പക്ഷേ അവിടെ പലപ്പോഴും ഒരു കടയുടെ മാത്രമല്ല, പല കടകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് കൃത്യമായി കമ്പി എക്സ്പോസ് ആയി നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നവരല്ല. ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വന്നു, പെട്ടെന്ന് മഴ നനയാതെ പെട്ടെന്ന് കയറി നിന്നതാണ്. ആ കയറിയ കൂട്ടത്തിലാണ് ഈ പറയുന്ന പോലെ മുടി കുരുങ്ങുന്നത്. ആ മുടി കുരുങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം കറങ്ങുന്നതിനനുസരിച്ച് തന്നെ തലയ്ക്ക് വലിയ വേദനയും ഒക്കെ ആയിട്ട് പെൺകുട്ടി ഉച്ചത്തിൽ കരയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടി നിൽക്കുന്നവർ അടക്കം പരിഭ്രാന്തരായി മാറുകയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ആരോഗ്യ വകുപ്പാണെങ്കിലും ബാക്കി വകുപ്പുകളാണെങ്കിലും സർക്കാർ വകുപ്പുകളാണെങ്കിലും ഏകീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിലവിൽ എന്താ പറയുക, സുരക്ഷാ ഭീഷണിയാണ് സത്യത്തിൽ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുക. അത് സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടിയാണെങ്കിൽ ആ നിലവിലത്തെ ആ ഒരു സാഹചര്യം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ശരിയാണ്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണെങ്കിൽ ചെയ്യണം. ഇങ്ങനെ ഒരു അപകടം വരും, നമ്മൾ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ വരുമ്പോഴാണ് കാണുക. അപ്പോൾ ശ്രദ്ധിക്കുക ദയവായി. ഇനിയാണെങ്കിലും ഇത്തരം പാകം ചെയ്യുന്നതിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ വേണ്ട ജാഗ്രത പാലിക്കുക. ശരി ഗോകുലേ.